മോളെ എന്താ അമ്മ? ഓണൊക്കെയല്ലേ വരണേ? കേട് വരാത്ത സാധനങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കാറുന്നില്ലേ? എല്ലാം കൂടി ഒരുമിച്ച് നടക്കുവോ? ശരിയാ അമ്മ പറഞ്ഞത്. ഞാൻ എന്തായാലും ഉണ്ടാക്കി വെക്കാം. ആ, കോഴിവെട്ടിന്റെ ഇടയിൽ മോളെന്നെ ചെയ്യണം. അമ്മയ്ക്ക് അറിയില്ലേ? അമ്മയ്ക്ക് തിന്നാൻ ഉണ്ടാക്കാം. മാത്രമേ അറിയുള്ളൂ. കള്ളി എന്തായാലും ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വെക്കും ഓരോന്ന് എന്തെങ്കിലും. നമ്മൾക്കുണ്ടല്ലോ തിരുവോണമായിട്ട് ചിലപ്പോ എല്ലാതും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് കേടാവാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മുന്നേ ഉണ്ടാക്കി വെക്കാം അല്ലെ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ശർക്കര വരട്ടിയും പുളിയിഞ്ചിയാണ്. അപ്പൊ അതേ കായൊക്കെ നമ്മൾ കഴുകി നുറുക്കി വെള്ളത്തിലിട്ടു. ഇനി ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചു. കുറച്ച് പുളി നമുക്ക് വെള്ളത്തിലിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു വെക്കാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് പുളിയിഞ്ചിയാണ്. അപ്പൊ അതേ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കോരി അത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മളൊരു ചട്ടിയിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് വഴറ്റിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കായത്തിന്റെ പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ശർക്കരപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി ശർക്കരപ്പൊടിയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റി കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കായ വറുത്ത് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ കഴുകി വാരി വെച്ചിട്ടുള്ള കായ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി പിന്നെ നമുക്ക് അതിലേക്ക് ചുക്കും കുരുമുളകും ജീരകവും ഏലക്കായും കൂടെ ഒരുമിച്ച് പൊടിച്ച കൂട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ആവശ്യത്തിന് മധുരത്തിന് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കുറുക്കി ഇങ്ങോട്ട് എടുത്ത് നൂല് പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കായ അതിലേക്ക് ഇട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടി അതിലേക്ക് ഇട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി നമ്മളുടെ ശർക്കര വരട്ടിയുടെ ഒരു പാകം അറിയാലോ. അതെ നമ്മളിത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായി? ഇതേ അമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇതൊക്കെ ഒന്ന് ശരിയായിട്ടുണ്ടോ നോക്കിയേ. നോക്കട്ടെ. സൂപ്പർ ഇഞ്ചിമ്പുളിയുണ്ട്. ഇനി കായ ശർക്കര വരട്ടി നോക്കി ഒരെടുത്തോ, കൈ പൊള്ളണ്ടാട്ടോ. ഇഞ്ചിമ്പുളി നന്നായിണ്ട്. ഇഷ്ടപ്പെട്ടാ? നന്നായിണ്ട്. നന്നായി. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കി വെച്ച കാരണേ ഓണത്തിനടുത്ത് വിളമ്പല്ലേ വേണ്ടോ? നമുക്ക് ഈ കോഴിവെട്ട് കാരണം വല്ലേനും നേരം കിട്ടുമോ? അത് അതാ ശരിയാ. അമ്മ പറഞ്ഞേ. പറ്റണത് കേടാവാത്ത ഓരോന്നോരോന്ന് ഉണ്ടാക്കി ഇറക്കിയ ശരി, ഉണ്ടാക്കി വെക്കാം. നമുക്ക് സമയം കിട്ടുമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമുക്ക് ഈ കോഴിവെട്ടല്ലേ മോളെ എപ്പോഴും. നന്നായിണ്ട് കേട്ടോ.